നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മിന്നും വിജയം കൈവരിച്ചുവെങ്കിലും തൃശൂരിലെ മുരളീധരന്റെ തോൽവി UDFിൽ കലഹത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മുരളീധരന്റെ ദയനീയമായ തോൽവിക്ക് പിന്നിൽ ആരൊക്കെയാണ് കാരണക്കാർ? മുരളീധരന്റെ തോൽവി ദയനീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലരും വിജയം പ്രവചിക്കുകയും വിജയിച്ചില്ലെങ്കിലും രണ്ടാമതെങ്കിലും എത്തുമെന്ന് പറയുകയും ചെയ്ത മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ എന്താണ് കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചോദ്യം. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായത്. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നേതൃത്വം പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ തൃശൂരിൽ വന്നിറങ്ങിയ മുരളിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ കാണാതെ പോയിക്കൂടാ. പക്ഷേ തൃശൂരിൽ പാലം വലിച്ചത് ആരാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായാണോ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്? അങ്ങനെയെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി? അപ്പോൾ മുരളീധരൻ മൂന്നാമതാകുന്നത് എങ്ങനെ? ചോദ്യങ്ങൾ നിരവധിയാണ്. ചോദ്യങ്ങൾക്ക് പിന്നാലെ തൃശൂരിൽ പുകച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മുരളീധരനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം കച്ചകെട്ടിയിരുന്നോ എന്ന ചോദ്യമാണ് ഒരു വശത്തു നിന്നും ഉയരുന്നത്. UDFിനുള്ളിൽ തന്നെ അത്തരം നീക്കങ്ങൾ നടന്നോ എന്ന ചില സംശയങ്ങളും ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരുന്നു. അതിനു പിന്നാലെ ഇതാ ഇപ്പോൾ തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന രണ്ട് പോസ്റ്ററുകളാണ് വീണ്ടും ചർച്ചകൾ കൊഴുപ്പിക്കുന്നത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെയാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും കാലുവാരി എന്ന ധ്വനിയിലാണ് പോസ്റ്ററുകൾ. ജോസ് വള്ളൂർ രാജിവെക്കുക, പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത്. മുരളീധരന്റെ തോൽവിയോടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് ഇതോടെ മറനീക്കി പുറത്തു വരുന്നത്. പോസ്റ്റർ നീക്കം ചെയ്തുവെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോര് ഇനിയും രൂക്ഷമായേക്കും. തോൽവിയിൽ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ല എന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ല എന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം. തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നു എന്നും വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു എന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച് പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. സംഭവത്തിൽ TN പ്രതാപനും ജോസ് വള്ളൂരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും മുരളീധരനെ അനുനയിപ്പിക്കുക എന്നത് കോൺഗ്രസിന് അല്പം ബുദ്ധിമുട്ടായിരിക്കും. കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ന്യൂസ് റിപ്പോർട്ടർ കേരള സബ്സ്ക്രൈബ് ചെയ്യുക.